സജ്ജനങ്ങളെ, ജീവന്റെ രഹസ്യത്തിലേക്ക് വഴി തുറക്കുന്ന തത്വങ്ങളെയും പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഗുരുകൃപ കൊണ്ട് ഏതൊന്നിൻ്റെയും സ്ഥൂലവും സൂക്ഷ്മവും കാരണവും കാരണാതീതവും അതീതവുമായ അവസ്ഥയിലെത്തിയ മഹത്തായ പുണ്യാത്മാക്കളുടെ ഒരു സംസ്കൃതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനു താഴെ ഒരുപോലെ ചിന്തയും അറിവും കാഴ്ചപ്പാടുമുള്ള പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ശൃംഖലയും, ഒരുപോലെ അറിവും ചിന്തയും കാഴ്ചപ്പാടുമുള്ള അപരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ശൃംഖലയും ഇവിടെ നിലനിൽക്കുന്നു. ചിന്തകൾക്കതീതമായി, വാക്കുകൾക്കതീതമായി, സങ്കല്പത്തിനതീതമായി, ത്രിഗുണങ്ങൾക്കതീതമായി, പ്രവചനങ്ങൾക്കതീതമായി നിൽക്കുന്ന മഹത്തായ ഗുരുവിൻ്റെ ശിക്ഷണത്തിലെത്തുമ്പോഴാണ്, അതായത് പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്നറിയാൻ രുചിച്ചു നോക്കണം. പഞ്ചസാരയ്ക്ക് മധുരം കൊടുത്ത രുചിയുടെ ഉടയോനെ രുചിച്ചറിയണമെങ്കിൽ മഹത്തായ സംസ്കൃതിയുടെ ഭാഗമായ ആ ഗുരുവിൻ്റെ കൃപ വേണമെന്ന് തിരിച്ചറിയുക. മഹത്തായ സംസ്കൃതിയെ ഒരു ആൽമരത്തോട് ഉപമിച്ചാൽ അഹങ്കാരമുള്ള ഇത്തിക്കണ്ണികൾ വന്ന് ആൽമരത്തെ പെട്ടെന്ന് മൂടി. അവർ പറഞ്ഞു, എത്ര പെട്ടെന്നാണ് ഞാൻ നിങ്ങളെ കീഴ്പ്പെടുത്തിയത്. ആൽമരം ഇപ്രകാരം പറഞ്ഞു, നൂറ്റാണ്ടുകളായി ഞാൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എത്രയോ ഇത്തിക്കണ്ണികൾ വന്ന് എന്നെ മൂടി. അവരെങ്ങോട്ട് പോയെന്ന് തിരിച്ചറിയുന്നില്ല. എനിക്ക് ഈശ്വരൻ്റേതായ കയ്യൊപ്പുണ്ടെന്ന് തിരിച്ചറിയുക. സജ്ജനങ്ങളെ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുന്ന ഏതൊന്നാണോ അതാണ് സനാതനധർമ്മമെന്ന് തിരിച്ചറിയുക.